വീണ്ടും നിങ്ങളോ? അതെ, വീണ്ടും ജനുവരി അവസാനമായപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീ പൊക്കി എടുത്തുകൊണ്ട് വരുന്നത് എന്താണെന്ന് അറിയാവോ? നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കൃത്യമായി ഒരേ ലെവലിൽ വീഡിയോ എടുത്ത് വരികയായിരുന്നല്ലോ. അപ്പോഴാണല്ലോ ന്യൂ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 8ന്റെ പണി കിട്ടി ശബ്ദം പോയത്. ശബ്ദമില്ലാത്തടത്ത് പാട്ട് മാത്രം ഇട്ടിട്ട് വീഡിയോ കാണിക്കാൻ പറ്റുന്നൊരു വീഡിയോയും അല്ലല്ലോ ഇത്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോയിൽ നമുക്ക് ഒരു മനസ്സിലൊരു ഇത് വരുമല്ലോ, എന്തൊക്കെ പറയണം എന്നൊക്കെ. അപ്പോൾ അന്നുണ്ടായിരുന്നതെല്ലാം മറന്നുപോയി. അപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ അങ്കിളുടെ മകൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. പിറ്റേന്ന് വന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം മാറ്റി. അപ്പോൾ മൈ ലിറ്റിൽ ബോയ് ഓൾവേസ് ഓൺ ദ ഹെൽപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞ പോലെയാണ്. കട്ടിങ്ങും വെട്ടിങ്ങും ഒക്കെ അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് ചെയ്തോളും. നമ്മുടെ മൂക്കിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് ഒരു കുടം ഇരിക്കുന്ന സമയത്തും പ്രജിത്തേട്ടൻ്റെ കളി കണ്ടോ, എന്ത് ചെയ്യാൻ പറ്റും. ശരി, അപ്പം ഏകദേശം എൻ്റെ ജലദോഷം പിടിച്ചിട്ട് നമുക്ക് പണിയൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഇറക്കിയിരിക്കുന്ന 2 പണിക്കാരാണ് ഇവർ. അപ്പോൾ ഇവർ കൃത്യമായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റടിച്ചിട്ട് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ വീഴുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജനാലയോട് ചേർത്ത് കെട്ടി വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു റിച്വൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്തു എന്ന് മാത്രം, അതായത് വെക്കണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീനെ പാക്ക് ചെയ്ത് പഴയതുപോലെ കവറിലാക്കുകയാണ്. മിനിമം ഒരു 10 കൊല്ലമെങ്കിലും ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഓടിക്കും, അത് ഉറപ്പാണ്. പിന്നെ അതിനകത്ത് ഒരു ബെല്ലുള്ളത്, അത് അറിഞ്ഞുകൊണ്ട് ഊരാത്തതാണ്. എത്രയായാലും എല്ലാ കുഞ്ഞുങ്ങളും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു അമ്മയ്ക്കൊരു വിഷമം കാണില്ലേ, അതുപോലെ എൻ്റെ ക്രിസ്മസ് ട്രീക്ക് ആ ഒരു അമ്മ മരത്തിന് വിഷമം ആകണ്ടെന്ന് കരുതിയിട്ട് ഞാനൊരു കുഞ്ഞു മണീനെ അവിടെ കൊടുത്തതാണ്. ഒരാളെങ്കിലും കൂട്ടിയിരുന്നോട്ടെന്നല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടോ, വെയിലടിച്ച് കത്തിക്കരിഞ്ഞ് എല്ലാത്തിൻ്റെയും കളറൊക്കെ പോയി. നീലയൊക്കെ വെള്ളയായിട്ടുണ്ട്, അതേപോലെ പച്ചയും പിങ്കും എല്ലാം വെള്ളയായിട്ടുണ്ട്. എവിടെയാണോ വെയിലടിച്ചിരിക്കുന്നത് അതേപോലെ ഇത് വെള്ളയായി. അതേപോലെയാണ് നമ്മൾ വെയിലത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ടാൻ വരുന്നത്. അപ്പോൾ അതിവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. എന്തായാലും ശരി, നടക്കട്ടെ. അപ്പം നമ്മൾ എല്ലാം കൃത്യമായിട്ട് എവിടെയൊക്കെയാണോ പാക്ക് ചെയ്ത് വെക്കേണ്ടത് അതേപോലെ നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് വെച്ചു. ഒരു വർഷം കഴിഞ്ഞ് നമുക്കിനിയും കാണാമെന്നുള്ള രീതിയിൽ ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കേട്ടോ, നമ്മുടെ ട്രീ, ക്രിബ്, അതേപോലെയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ അത്യാവശ്യം റൂമിനകത്തുള്ള ഡെക്കറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. സമയം പോലെ മാറ്റാമെന്ന് കരുതി. കാരണം നമ്മളിത് ബാൽക്കണിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പം ഒരു വെഡ്ഡിങ് ഡെക്കറായിരിക്കും നമ്മുടെ വീടിന് മൊത്തത്തിലുള്ളത്. അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ വീടിന് പുറത്തുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ഇങ്ങ് മാറ്റി. കല്യാണത്തിൻ്റെതായ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പം ഇതൊരു അധിക ഡെക്കറേഷനായിട്ട് അവിടെ ഇരിക്കണ്ട എന്ന് കരുതി. അതല്ലേ അവരുടെ ഒരു കംഫർട്ട് നമ്മൾ നോക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പണിയെല്ലാം രാവിലെ തന്നെ തുടങ്ങി രാവിലെ തന്നെ തീർന്ന സന്തോഷത്തിൽ ഒരു 10:30 ആയപ്പോഴത്തേനും പ്രജിത്തേട്ടൻ പുറത്ത് പോയിട്ട് നമ്മുടെ കുറച്ച് ചായക്കടികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് ഉഴുന്നുവട, പരിപ്പുവട. അത് ഉഴുന്നുവട ഫോർ ശമ്പൂട്ടൻ, പരിപ്പുവട ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പിന്നെ ഈ ചക്കയുടെ കാണുമ്പോൾ ഭാര്യനെ ഓർക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? അങ്ങനെ ഒരാളാണ് കേട്ടോ പ്രജി. എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ലഞ്ചൊന്നും വേണം എന്നുള്ള മൂഡല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം തല പൊട്ടിപ്പൊളക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. പ്രജിക്കാണെങ്കിൽ ലീവ് സ്റ്റാർട്ട് ആകുകയും ചെയ്തു. പക്ഷെ നമുക്ക് എറണാകുളത്ത് തന്നെ നിന്ന് ചെയ്യേണ്ട കുറച്ച് പണികളും ഉണ്ട്. സോ ഈ ഒരു 2 ദിവസം ഫ്രീ ആണ് കേട്ടോ. ശമ്പൂട്ടന് ക്ലാസ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ലീവ് എടുത്തിട്ടുണ്ട്. നമ്മളിനി നാട്ടിൽ പോകാൻ വേണ്ടി ലീവായിരുന്നല്ലോ, ലീവ് എടുത്ത ദിവസമായിരുന്നു. അപ്പോൾ ഉള്ള ചക്കയുടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ആ കടയിൽ പോയി ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ചക്കയുടെ ഉണ്ടാക്കിയത് പോലും അവർക്കറിയത്തില്ല എന്നുള്ള മട്ടിലാണ് അവരുടെ റിപ്ലൈ. കാരണം സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇനി വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചക്കയുടെ എല്ലാം തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ശ്വാസം ഞാൻ എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് ഞാൻ എന്തെങ്കിലും ഒരു പുഷ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നേഴ്സായിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് മെഡിക്കലി എമർജൻസിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ പ്രജി പറഞ്ഞു, വേഗം നെബ് എടുത്തോ, ഇല്ലെങ്കിൽ നീ ശ്വാസം മുട്ടി ചത്തുപോകും. എന്നിട്ട് പോലീസ് എൻ്റെ പേരിൽ കേസ് എടുക്കും, ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വേഗം പോയി സ്റ്റീം എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ വേഗം നെബ് എടുത്ത് വേഗം ഒന്ന് ഉറങ്ങി എണീറ്റ് പാടെ പ്രേത്തട്ടം പറയാണ്, ഗെറ്റ് റെഡി, നമുക്ക് പോവാം. 2 ദിവസം കഴിഞ്ഞ് നീ റെസ്റ്റ് എടുത്തോ, 2 ദിവസത്തേക്ക് നീ റെസ്റ്റ് എടുത്തോളൂ, നമുക്ക് വീട് വരെ പോയിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകാൻ യാതൊരു പ്രതീക്ഷയില്ലാത്ത സമയമാണ്. അപ്പോൾ ട്രാവലിന് കണ്ടപ്പോഴേ ഞാൻ ആദ്യം എടുത്തത് നമ്മുടെ പച്ച ബക്കറ്റാണ്. കാരണം അതിൻ്റെ ആവശ്യം ഇപ്പോഴാണ്. കാരണം യാത്രാവേളകളിൽ നമ്മുടെ ശമ്പൂട്ടനെ നമ്മൾ വണ്ടിയിൽ കയറി ഒരു അരമണിക്കൂറത്തേക്ക് ഛർദിലായിരിക്കും. അതാണ് അവൻ്റെ പതിവ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ വീട്ടിലേക്കാണ് കേട്ടോ. കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സമയത്ത്. കാരണം രാവിലെ നമ്മൾ വീട്ടിൽ പണിയെല്ലാം എടുത്ത് ഉച്ചയ്ക്ക് ലഞ്ചിന് മുമ്പേ ആണല്ലോ ചായക്കടി കഴിച്ചത്. അതുകൊണ്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് നമ്മൾ 3 പേരും വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് മാറണ്ടല്ലോ. വേഗം ഒന്ന് കുളിച്ച് ഫ്രഷായി നേരെ വണ്ടിയിൽ കയറിയിരുന്നു. എന്നിട്ട് നമ്മൾ പോകുന്നത്
ചെങ്ങന്നൂരേക്കാണ്, ആലപ്പുഴയിലെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തത് കൊണ്ടും നമുക്ക് വണ്ടിയിൽ കയറിയാൽ തന്നെ അപ്പം തന്നെ വിശപ്പ് തുടങ്ങും എന്നുള്ളത് കൊണ്ടും വണ്ടിയിൽ കയറി ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് പ്രജി ചോദിക്കാൻ തുടങ്ങും. ചായക്കട കണ്ടാൽ പറയണം, ചായക്കടി എന്തെങ്കിലും വേണോ, നിനക്ക് വേണോ എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനും പറയും കണ്ടാൽ പറയാമെന്ന്. പക്ഷെ നമ്മൾ പറയുന്ന കടയിൽ നിർത്തൂല, പുള്ളിക്കൊരു കട തോന്നണം, അവിടെയാണ് നിർത്തുക. നമുക്ക് ചായ അത് വേണമെന്ന് തോന്നി അത് കിട്ടൂല. പുള്ളിക്ക് ചായ എപ്പോഴും തോന്നും, അത് വേറെ കാര്യം, എന്നാലും തോന്നുമ്പോഴാണ് നിർത്തുക. ശരി, ശമ്പൂട്ടനാണെങ്കിൽ കയറിയ പാടെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാനും വിചാരിച്ചു നന്നായി, ഇന്ന് ഏതായാലും പച്ചബക്കറ്റ് ഉദ്ഘാടനം ചെയ്യണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഏറ്റവും വേഗത കുറച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ സമാധാനപരമായിട്ട് പുതിയ റൂട്ടുകളൊക്കെ കണ്ടുപിടിച്ച് പോകുകയാണ്. ഈ അമ്മനെ കണ്ടോ, കുഞ്ഞിനെ ഒരിക്കലും ഈ റോഡിൻ്റെ സൈഡിൽ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും റോഡിൻ്റെ സൈഡുകളിൽ മക്കളെ ആക്കരുത്. അതിപ്പോൾ ഇനി ആരോടൊക്കെ പറയണം, ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാവരോടും പറയുന്ന കാര്യമാണ്, റോഡിൽ നടക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കുട്ടികളെ ആക്കാതെ അപ്പുറത്തെ സൈഡിൽ പിടിക്കൂ. കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പം തന്നെ കണ്ടില്ല, ആ റോഡിൻ്റെ പകുതിയോളം അവർ തന്നെയാണ്, അവർ നിൽക്കുകയാണ്. നമ്മൾ ഇപ്പുറത്തൂടെ ഒരു സൈക്കിൾ ചേട്ടൻ വരുന്നുണ്ട്, അപ്പുറത്തൊരു കാർ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോർമലി ഒരു കാറ് പോകാനുള്ള സുഖ സൗകര്യം ഉണ്ട് അവിടെ. പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ വരവ് കണ്ടിട്ടില്ലേ, അപ്പോൾ ആ കുഞ്ഞിങ്ങനെ കൈ എത്തുന്നുണ്ട്, നമ്മുടെ കാറിൽ ടച്ച് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കാറ് പാസ് ചെയ്ത് പോയതുപോലും അമ്മ അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആരുടെയും ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല. ഓടിച്ചിട്ടുള്ള നമ്മുടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ കയ്യിൽ മാത്രമാണ് മിസ്റ്റേക്ക്. നമ്മളൊരു റൂട്ടിൽ വരികയല്ലേ, അപ്പം അവരുടെ എല്ലാം ഇങ്ങനെ വിധിക്ക് വിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാണ്ട് നമ്മളും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. എനിക്കിപ്പോൾ ഇത് പറയാനൊരു അവസരം ഉള്ളതുകൊണ്ട് പറയുകയാണ്. മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും വരും, അല്ലെങ്കിൽ അബദ്ധങ്ങൾ അല്ലെങ്കിൽ വിധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്കി വിധിക്ക് വിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ശ്രദ്ധിക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഞങ്ങൾ ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ട്രാവലിലുടനീളം സംസാരിച്ചത്. നമ്മൾ എന്തോരം ടേക്ക് കെയർ ചെയ്തിട്ടാണ്. അവരും അങ്ങനെ തന്നെ ആയിരിക്കും, കുട്ടീനെ ഭയങ്കര ശ്രദ്ധയോടെ ആയിരിക്കും നോക്കുന്നത്. പക്ഷേ അവർ അശ്രദ്ധ കാണിക്കുന്നുണ്ട് എന്നറിയാതെ തന്നെ പറ്റുന്ന അശ്രദ്ധകൾ കൊണ്ടും നമുക്ക് അബദ്ധങ്ങൾ പറ്റില്ലേ. ഇപ്പം പൊതുവേ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ ചായ കുടിക്കുന്നതിനിടയ്ക്ക് അബദ്ധത്തിലൊരു ന്യൂസ് കണ്ടു, 2 വയസ്സുകാരൻ ബക്കറ്റിൽ വീണ് മരിച്ചു എന്നുള്ളത്. അപ്പം ആ വീട്ടുകാരെല്ലാവരും ഉണ്ട്. എന്നിട്ടും ആ കുട്ടി അങ്ങനെ മരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് മൊമെൻറ്റിൻ്റെ നമുക്ക് പറ്റുന്ന അശ്രദ്ധ കൊണ്ടാണ്. ശ്രദ്ധിക്കാതെ അല്ലല്ലോ 2 വയസ്സ് വരെ ആ കുഞ്ഞിനെ അവർ വളർത്തിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോയി. എന്നിരുന്നാലും ശരി, ഇപ്പോൾ അത് പറയണം തോന്നി. അന്നേരവും ഞങ്ങൾ ഈ ചായ കുടിക്കുമ്പോൾ സമയത്തെല്ലാം ഇത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ എന്തോരം കടമ്പകൾ കിടക്കണം, അല്ലെങ്കിൽ എന്തോരം ശ്രദ്ധിക്കണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നല്ലൊരു ചായക്കട, അതായത് ആംബിയൻസിനൊത്തൊരു ചായക്കട കണ്ടപ്പോഴത്തേക്ക് പ്രജി പോയിട്ട് ചായയും മുളക് ബജിയും പഴംപൊരിയും ശംഭുവിനൊരു മുട്ട ബജിയും മേടിച്ചു കേട്ടോ. അപ്പം എനിക്കെന്തെങ്കിലും എരിവൊക്കെ കഴിക്കണം. ഈ പനിയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു സ്പൈസ് ക്രേവിങ് വരുമല്ലോ, അല്ലെങ്കിൽ ഏറ്റവും പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് നമ്മുടെ മുളക് ബജി. ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് ബജി കഴിച്ചു, പ്രജി പഴംപൊരി കഴിച്ചു, ശമ്പൂട്ടൻ നല്ല ഉറക്കമാണ്, അതുകൊണ്ട് അവൻ്റെ മുട്ട ബജിയും കൂടെ ഞാൻ കഴിച്ചു. അങ്ങനെ നമ്മുടെ ആലപ്പുഴ പാലത്തിലെത്തി. അപ്പം അറിയാമല്ലോ, ആലപ്പുഴ നല്ല അടിപൊളി റോഡാണിപ്പോൾ. ആലപ്പുഴ അല്ല കേട്ടോ, നമ്മുടെ കണ്ണൂരേക്ക് പോകുന്ന വഴിയും അടിപൊളി റോഡാക്കി. നമുക്ക് പോവേണ്ട സമയം നന്നായിട്ട് ലാഭിച്ചിട്ടുണ്ട്, നല്ല റോഡാക്കി, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് തകഴി സ്മാരകത്തിൻ്റെ അടുത്തായിട്ട്. അങ്ങനെ അവിടെ വന്ന് റെയിൽവേ ക്രോസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴും ശമ്പൂട്ടൻ ഉറക്കം തന്നെയാണ്. വീട്ടിലെത്താനാവുമ്പോഴാണ് ആളൊന്ന് ഉണരുന്നത് കേട്ടോ. അങ്ങനെ ട്രെയിൻ കാണുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. അതിനിടയ്ക്ക് ആരാ ഇത്? ശരി, എന്തായാലും ആ പോകുന്നത് ട്രെയിനാണ്. ആ ട്രെയിൻ പോകുന്നത് കാരണം, ഗേറ്റ് അടച്ചേക്കുന്നത് കാരണമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. എന്നിരുന്നാലും ശരി, അങ്ങനെ ഞങ്ങൾ എത്തി. അപ്പം ശമ്പൂട്ടൻ ഉണർന്നപ്പോഴത്തേക്ക് അവൻ ഇനിയും കൊടുക്കാനൊന്നും ഇല്ലല്ലോ, അവന് ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവന് ഉഴുന്നുവട, നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ കഴിച്ച് ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞ് അലമ്പാക്കി. അപ്പോൾ അങ്ങനൊരു വഴിയിൽ പിന്നെയും ഒരു ചായക്കട കണ്ടിട്ട് ഞങ്ങൾ അവിടെ കയറി ഉഴുന്നുവടയും 2 പരിപ്പ് വടയും രാവിലത്തെ പോലെ തന്നെ മേടിച്ചു. പക്ഷേ ആ ഉഴുന്നുവട എനിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, ഞാൻ ഒരുവിധം ഫുഡെല്ലാം എത്ര മോശം ഫുഡും കഴിക്കുന്ന ഒരാളാണ്, ഒരു ടേസ്റ്റ് ഇല്ലാത്ത. കാരണം ഈ ഹോസ്റ്റലിലൊക്കെ നിന്നവർക്ക് അറിയാമല്ലോ, എത്ര ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും നമുക്ക് കഴിച്ച് സർവൈവ് ചെയ്യാൻ പറ്റും. എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതങ്ങനെ വീട്ടിൽ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. പരിപ്പ് വട ഒരു 3 മാർക്കൊക്കെ കൊടുക്കാൻ 10, അത്രയേ ഉള്ളൂ. ഉഴുന്നുവടയ്ക്ക് പിന്നെ അതും ഇല്ല, നല്ല റബ്ബറുണ്ട പോലെ ഇരുന്നു. അങ്ങനെ നമ്മൾ മാന്നാത്തെത്തി കേട്ടോ. മാന്നാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ? മാന്നാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടൊരു സ്ഥലമാണ് കേട്ടോ.
എന്നിരുന്നാലും ശരി അവിടുത്തെ കാര്യമല്ലോ, നമുക്കവിടെ ഹെവി മെറ്റൽ, അതായത് ബെൽ മെറ്റൽ ടൗൺ അല്ലെങ്കിൽ ബെൽ മെറ്റൽ ഇൻഡസ്ട്രി, അതുമില്ലെങ്കിൽ നമ്മുടെ ബ്രോൺസ് വില്ലേജ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് മാന്നാർ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള വെങ്കലത്തിൻ്റെ സാധനങ്ങൾ, മറ്റേ ഓട്ടുരുളികൾ, ഓടിൻ്റെ സാധനങ്ങൾ, ചെമ്പിൻ്റെ സാധനങ്ങൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അവിടെ ഉണ്ടാക്കുന്നവരാണ്, അത് വിശ്വകർമ്മ സൊസൈറ്റിയിൽ ആൾക്കാർ അത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല പ്യുവറായിട്ടുള്ള സാധനം നമുക്ക് അവിടുന്ന് ഈ കേരളത്തിൽ എവിടെ കിട്ടുന്നതിലും ഏറ്റവും വില കുറച്ച് നമുക്ക് അവിടുന്ന് കിട്ടും. അതായത് നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഓട്ടുരുളിയൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് ചെമ്പ് തെളിഞ്ഞ് വരുന്നത്. പക്ഷേ ഇവിടുത്തത് ഞാൻ ഓർമ്മയായ കാലം തൊട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വേണമെങ്കിലും മാന്നാത്തേക്കാണ് വരിക. മാന്നാറിന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് അവിടുന്ന് 2-3 സാധനങ്ങൾ മേടിക്കാനാണ് വന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ചതിന് ശേഷം ഇതാ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇത് പാട്ടമ്പലം. ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ട് മുമ്പിലുള്ള പാട്ടമ്പലമാണിത്. അപ്പം ഇത് ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ വകയാണ് നമ്മുടെ സ്കൂളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെയൊക്കെ പ്രാർത്ഥിച്ച് ഇതാ നേരെ നമ്മുടെ സ്കൂളൊക്കെ ശമ്പൂട്ടനെ കാണിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ശമ്പൂട്ടൻ എഴുന്നേറ്റായിരുന്നു, നമ്മുടെ കടയിലെത്തിയപ്പോഴത്തേക്ക് അവൻ എണീറ്റായിരുന്നു. മെയിനായിട്ട് അവിടെ പോയത് നമ്മുടെ ഒരു ഫ്രണ്ട് കുട്ടിക്ക് അവിടുന്ന് ഒരു വിളക്കൊക്കെ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ മേടിച്ച് മുംബൈയിലേക്ക് അയക്കാനാണ്. ആ വീഡിയോ ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഹൗസ് ഓണർ ആൻറ്റിയുടെയും അങ്കിളുടെയും മകൻ്റെ വെഡ്ഡിങ് ആണല്ലോ. അപ്പോൾ വെഡ്ഡിങ്ങിനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കനത്തിൽ കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു ലെവലുണ്ട്. നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സാണ്. എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസും അറിയാത്തൊരു കേസുമാണ്. നമുക്ക് ഈ ഡ്രസ്സ് സെലക്ഷൻ ഇല്ല. രണ്ടാമത്തെ കാര്യം പിന്നെ ഗോൾഡാണ്, ഇപ്പോഴത്തെ ചിലവിന് പറ്റത്തില്ല. പിന്നെയും ഒരിക്കലും നാശമാകാത്ത, എന്നാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞപ്പം നമ്മളൊരു ഓടിൻ്റെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഇതാ കാവടിയൊക്കെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. കാവടിയാട്ടത്തിൻ്റെ സമയവും ഉത്സവ സമയമൊക്കെ അല്ലേ. വീട്ടിലെത്തിയിട്ട് വേഗം ശമ്പൂട്ടൻ ഓടിപ്പോയിട്ട് ചാച്ചനെയും അമ്മേനെ എല്ലാം കൂട്ടി റോഡിൽ വന്നിട്ടുണ്ട്. അമ്മ ദാ നമ്മളെ കാത്തിരുന്ന് മടുത്തു. അത്ര സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. 7:30 ആ ഒരു സമയം ആയിട്ടുള്ളൂ. അമ്പലം അടച്ചു. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഒന്നും കാണുന്നില്ലേ? എന്താണ് ഇരുട്ടായിപ്പോയല്ലോ. എന്തായാലും ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ആയിട്ട് നടക്കുന്നുണ്ട്. അതാ വീടെത്താനായി. അപ്പോൾ ഇച്ചിരി വെളിച്ചമൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കാറ് വരാനുള്ള സൗകര്യം ഇല്ല കേട്ടോ. 2 വീലർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വരെ വരുള്ളൂ. അപ്പോൾ കാറ് നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇടുക. അങ്ങനെ അതാ വീട്ടിലെത്തി. ഇനി അങ്ങോട്ട് വേണം സുഖിക്കാൻ. ഒരു പണിയെടുക്കാതെ 3 നേരം ഇങ്ങനെ അമ്മ കൊണ്ടുതരും, എന്നിട്ട് നമ്മൾ കഴിക്കണം എന്നല്ലേ എല്ലാ സ്വന്തം വീട്ടിൽ പോകുന്ന പെൺകുട്ടികളുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഇവിടെ വന്നാലും പട്ടിപ്പണി തന്നെയാണ്. പട്ടിപ്പണി. കാരണം അമ്മയായിട്ട് തരുന്ന പണിയല്ല, ഞാനായിട്ട് എടുത്തു വെക്കുന്ന പണികളാണ്. എനിക്കവിടെ വരുമ്പം അവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റണം, ഇവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് മാറ്റണം, തൂത്തുവാരണം, തുടയ്ക്കണം, എന്തൊക്കെയോ ഒരു പരിപാടിയുണ്ട്. അത് ഇവിടെ നിന്നല്ല, എൻ്റെ 2 വീട്ടിൽ, കണ്ണൂരെ വീട്ടിൽ ചെന്നാൽ ഒരാഴ്ച പിന്നെ എനിക്കതാണ് പണി. ഇവിടെ പിന്നെ അധിക ദിവസം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ. എന്നാലും കിട്ടിയ ചായ കുടിച്ചുകൊണ്ട് ചായ കണ്ടപ്പോൾ പ്രജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊന്നും കഴിക്കാത്ത ശമ്പൂട്ടന് ഒരു സന്തോഷവും ഇല്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്മ ചപ്പാത്തിയും നല്ല അടിപൊളി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ശ്വാസം മുട്ടിയിട്ട്. ഇനി നാളെ കാണാം.